ഇടി. ആ ഈശ്വരന്റെ ചെണ്ട തരക്കേടില്ല കേട്ടോ. താളം നനഞ്ഞ ജീവിതം നനഞ്ഞു എന്നല്ലേ അർത്ഥം. എന്നെ പോലുള്ള കഥകളിക്കാരുടെ ജീവിതം തോർത്തിയിട്ട് ഒരു കാര്യമില്ല. അത് കൊള്ളാലോ. ഒരബദ്ധം പറ്റി. കൃഷ്ണനോട് മോക്ഷം ചോദിച്ചു വാങ്ങും പോലെ പൂതനായി ഇന്നലെ കുഞ്ഞോട്ടിന് ആടിയപ്പോ ചെണ്ടക്കോല് വീണ് പൊളിയേണ്ട ചെണ്ടയാണ്. ഇന്നെന്റെ കയ്യബദ്ധം കൊണ്ട് അങ്ങനെ പൊളിഞ്ഞു നാശായി. നാളെ ശാസ്താംകോട്ടയിലെ കളിക്ക് എന്താ ഇപ്പൊ ചെയ്യ? വട്ടം മാറ്റിയിടാൻ ചില്ലാനും ഇല്ല. എവിടുന്ന ഒരു ചെണ്ട സംഘടിപ്പിക്കുക എന്നുള്ള പരിഭ്രമത്തിലാണ് ഞാൻ. സ്ത്രീവേഷം അഴിച്ചു വെച്ച് പുരുഷനാവാൻ പോവാ നാളെ കുഞ്ഞുകുട്ടൻ. 1-ാം ദിവസം നളൻ. അച്ഛനാ അമ്മേ പൂതന.
അച്ഛൻ ഇന്നലെ അസല് പൂതനെയായിരുന്നു. ഉണ്ണികൃഷ്ണൻ ആരാ? മോളെന്നെ, അല്ലാണ്ട് ആരാ അച്ഛന്റെ കൃഷ്ണൻ? അപ്പടി വിഷ പൂതനയുടെ മുലയില്. നിനക്ക് വേണോ ആ വിഷം? ചെണ്ട ഒരെണ്ണം മനക്കൽ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. കള്ളപ്പരയുടെ അറയുടെ മുകളിൽ അത് വെറുതെ ഉണക്കാനിട്ടിരിക്കുക. അത് ഞാൻ എടുക്കും. അതങ്ങനെ ഉണക്കാട്ടിരിക്കാന്ന് ആരാ പറഞ്ഞത്? കളപ്പുര നിനക്ക് ഈ തമ്പുരാന്റെ സമ്മതം വേണം. എന്താ രാമ ഈ പൂതന പറയണേ? സമ്മതം ഇല്ലാണ്ട് എടുക്കാമെന്ന്, ഈ കുഞ്ഞൂട്ടിനത് എടുക്കും. നാഥനില്ലാതെ അതെങ്ങനെ അവിടെ കിടക്കണ്ട. വാദ്യാണെങ്കിലും ആരെങ്കിലും ഒന്ന് കൊട്ടിപ്പാടിയാലേ അതിന് ഒരു മോക്ഷം ഉണ്ടാവും. ആ കുളപ്പരയിലെ രാമൻ ഒരു അബദ്ധം പറ്റി. ചെണ്ട കേടുവന്നു. നാളെ ശാസ്താംകോട്ടിലൊരു കളിയുണ്ട്. താളമില്ലാതെ അങ്ങനെ ആടാൻ പറ്റുക. പണ്ട് കളിയോഗത്തിന് കൊട്ടിയ ചെണ്ടയൊന്ന് കളപ്പല്ലിൽ വെറുതെ കിടക്കണ എനിക്ക് വേണമെന്ന് ഞാൻ സാവിത്രിയുടെ അച്ഛനോട് പറയേ. അതെനിക്ക് തരണം. ചെണ്ട നന്നാക്കാനുള്ള പണം ഉണ്ടാവേണ്ട താമസമേ ഉള്ളൂ. തിരികെ വെച്ചോളാം. എന്താ പോത്തന്റെ വേഷം? കുഞ്ഞൂട്ടിനിപ്പോ കുഞ്ഞൂട്ടിനല്ല ഇവിടുന്ന്. കഴിഞ്ഞ കളിയോടെ നാട്ടുകാരിപ്പോ ആശാൻ എന്നാ വിളിക്കുന്നത്. കുഞ്ഞൂട്ടിനാശാൻ. കളപ്പുരയുടെ താക്കോല എവിടെ? ഇവിടെ ഉണ്ട്. നമ്മുടെ കളരിയില് ഉത്ഭവത്തിൽ നിന്നാണല്ലോ കുഞ്ചു പൊട്ടണത്. ആരാ ഈ നേരത്തെ ഒരു രാവണൻ? ആശാൻ തന്നെയാ രാവണൻ. ഇവിടുത്തെ ഗ്രാമങ്ങൾക്കൊന്നും ആരും കാണിക്കുക. കിടാങ്ങൾ പാടുവോ? ഏയ്, അവരൊക്കെ രാവണന്മാരാവണമെങ്കിൽ ഇനിയും കാലം എത്ര കഴിയായിരിക്കുന്നു. നാരായണൻ, വാസുദേവൻ, പാച്ചു, ഉണ്ണി, ശിവരാമൻ. ഇതേതയ്യ ശ്രീകരം? ഇവൻ കുഞ്ഞൂട്ടനാണ്. നമ്മുടെ ഭാര്യയുടെ മോൻ കുഞ്ഞൂട്ടൻ. നിക്കവിടെ.
എന്തിനാ നീ കരയണേ? വാ, വാ. ആശാനും ഇത്തിരി താല്പര്യം കാണിച്ചതുകൊണ്ടാ ഭാഗ്യത കുഞ്ഞുകുട്ടിനെ കളരിയിലേക്ക് അയച്ചത്. കഥകളി പഠിക്കാൻ സാധിച്ച വീട്ടിലെ ദാരിദ്ര്യത്തിന് എന്നെങ്കിലും ഇത്തിരി മാറ്റം ഉണ്ടാവുന്ന ഭാഗീരതയും പറയണത്. അത് വേണ്ട. ഇല്ലത്തെ കുട്ടികൾ വേറെ, ഈ ശ്രീകരൻ വേറെ. ഇവളുടെ ശരീരം കണ്ട ദാരിദ്ര്യം ഉണ്ടെന്ന് ആരാ കുഞ്ചു പറയാ? മൂത്തത് വസൂരി വന്ന് ചത്തേ പിന്നെ ഇവൾക്ക് കുഞ്ഞുകുട്ടൻ മാത്രമേ ഉള്ളൂ. അടിച്ചുതളിയും മകമ്പണിയും പുറംപണിയും ഒക്കെ ആയിട്ട് ഇതിങ്ങനെ ഇവിടെ കഴിയുമ്പോ ഒരു ആൺതരിയുള്ളതിനെ കളിക്ക് ചേർത്ത തമ്പുരാന്റെ കാക്കിൽ നമസ്കരിക്കാം. എങ്ങനെയാ നമസ്കരിക്കാൻ തന്നെ ഇതിനൊന്നും നിശ്ചയില്ല. ആരാ ഇതിനെയൊക്കെ സൃഷ്ടിച്ചേ? ഇവനെ കൂടി പഠിപ്പിക്കാൻ തിരുവേനി ദയ കാണിച്ചു. ഓ, ഇനി ആശാനും വല്ല അസ്കിത ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ഇവന്റെ കാര്യത്തിൽ ഞാൻ തന്നെ ഒരു പരിഹാരം കണ്ടോളാം. ഓ, മിടുക്കലാ, ബഹുമിടുക്കൽ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഒന്നും സാരില്ല. ഇത് ഉച്ചയ്ക്ക് കഴിച്ചോ. ഇന്നേക്ക് മാത്രല്ല, നിനക്ക് മതിയാവോളം കഴിക്കാൻ ദിവസവും ഞാൻ നെയ്ച്ചോറെടുത്ത് വയ്ക്കാം. നിയോഗം എന്താ എന്താ തന്നെ വല്ലതും കടിച്ചോ? മുട്ടി കൊണ്ട് പഴയൊരു ഏറ് കിട്ടി, നല്ല വേദന. ഇത്രയും നാൾ ആടിക്കൊണ്ടിരുന്ന സ്ത്രീവേഷത്തിൽ നീ പുരുഷവേഷത്തിലേക്ക് കടക്കാൻ പോണെന്ന് ആശാൻ തന്നെ എന്നോട് പറഞ്ഞു. പുരുഷന്റെ മുഖത്ത് എഴുതി കിട്ടുന്നത് വലിയ അനുഗ്രഹ. നീ ഇനിയും ഉയരും. ഒരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ. വേഷം എന്തായാലും കളി കഴിയുമ്പോൾ വേഷക്കാരന്റെ കയ്യിൽ വരണത് ഒരു മുണ്ടും രണ്ടണയാണ്. ആ കാലം മാറിയിട്ടില്ല. കിട്ടുന്നത് കൊണ്ട് അരിഷ്ടിച്ച് കഴിയാൻ പോലും പ്രയാസമുള്ള ഈ കാലത്ത് മറ്റു വേഷക്കാരെ പോലെ മദ്യം കഴിച്ചുള്ളത് കളയരുത്. നിനക്കൊരു മോളുണ്ട്. കഴിക്കില്ലാന്ന് ഞാൻ കളവ് പറയില്ല. എന്റെ മോളെ മറന്നുകൊണ്ടൊരു പ്രവൃത്തി അതൊരിക്കലും ഉണ്ടാവില്ല. അച്ഛന് ചെണ്ട കിട്ടിയോ? മോള് പറ, അച്ഛന് ചെണ്ട കിട്ടിയോ? അമ്മ പറഞ്ഞു അച്ഛന് ചെണ്ട കിട്ടിയ. അച്ഛൻ വന്നു. എന്താ ഇങ്ങനെ? ഞാൻ ഇങ്ങനെയാ, എല്ലാരും കൂടി ഇങ്ങനെ ആക്കി. എന്തേ ഇങ്ങനെ അല്ലാണ്ടാവണോ?
നീ ഇനി ഉറങ്ങാൻ പോവാ? ഉറങ്ങല്ലേ മോളെ, ഈ കൃഷ്ണനെ ഇപ്പൊ നമസ്കരിക്കുക. ഈ പൂതന ചോര വലിച്ചു കുടിച്ച് പൂതനെ കൃഷ്ണൻ ഉറക്കിയ പിന്നെ പൂതന ഉണരാതിരുന്ന അച്ഛന്റെ പൊന്നുമോള് പേടിക്കണ്ട കേട്ടോ. ഇനി ഞാനും ഉറങ്ങാൻ പോവാ. നല്ല ഉറക്ക. ഉറങ്ങുന്ന ഒരാളെ ഉണർത്തുന്നത് മഹാപാപ. ഞങ്ങള് ചെറുന്നാ വരുന്നത്. എത്ര വലിയ ഒന്നായിട്ടെന്താ ആശ ഉണരാതെ എങ്ങനെയാ? ചെറുകുന്ന എവിടുന്നാ? അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവല്ലേ. കുഞ്ഞൂട്ടാശാന്റെ വേഷമില്ലാതെ ഇത്തവണ ഉത്സവം കൊടിയ വെക്കാൻ പറ്റില്ലെന്ന കമ്മിറ്റിക്കാരുടെ തീരുമാനം. ഞാനൊന്ന് നോക്കട്ടെ. നല്ല ഉറക്ക. 7-8 കൊല്ലം ഈ കുഞ്ഞൂട്ടാശാന്റെ വേഷം ഞാൻ കാണുന്നു. മനോധർമ്മം നിലവിടാതെ ആടാൻ കുഞ്ഞൂട്ടാശാനെ കവച്ചു വെക്കാൻ ഇനി ഒരാള് ഭൂമുഖത്തില്ല. ഇത്തവണ സൗഗന്ധികം എന്ത് ചെയ്യുന്നു വേണം വെച്ചിട്ടാണ്. കിടന്നുകൊണ്ട് ആടാൻ പറ്റുന്ന വല്ല വേഷവും തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം, ആശാൻ ആടി കാണിക്കും. കുറച്ചു കാലമായി അവിടെ ഒന്ന് തൊഴണമെന്ന് വിചാരിച്ചിട്ട്. ചെല്ലാന്ന് പറ. അന്നപൂർണേശ്വരി ആദ്യം തന്നെ തന്നത് ദാഹം തീർക്കാനുള്ള ചെങ്കോല. എന്താ അച്ഛാ? ഉപ്പിലിട്ട മാങ്ങയ്ക്ക് നല്ല വാസനയുണ്ട്. അച്ഛമ്മേ, ഇതിന് നല്ല വാസനയുണ്ട് കേട്ടോ. കഷായം ഞാൻ കൊടുക്കാം. കഷായം കുടിക്കാൻ അച്ഛൻ എത്രയും ദൂരത്ത് പോണ? മോളൂ, ആ അതവിടെ ആ കഷായം എടുക്കും. അച്ഛാ, ഈ കഷായാണോ കുടിച്ചാ വഴുക്കി വീഴുന്ന കഷായം? മോൾ എന്തൊക്കെയാ ഈ പറയണേ? അങ്ങനെ വഴുക്കി വീണ കഷായം ഒന്നും അച്ഛൻ കുടിക്കില്ല. അച്ഛൻ തിരുവനന്തപുരത്ത് പൈങ്കുനി ഉത്സവത്തിന് കളിക്കാൻ പോവല്ലേ. രാജാവ് നേരിട്ട് വന്ന് കളി കാണുന്ന ഉത്സവം. മോള് വരുന്നോ മഹാരാജാവിനെ കാണാൻ? വലിയ കിരീടമൊക്കെ വെച്ച് ചെങ്കോല് പിടിച്ച് നല്ല പളപളപ്പുള്ള ഉടുപ്പൊക്കെ ഇട്ട് മഹാരാജാവിനെ കാണാൻ മോള് വരുന്നോ? അതെന്താ, മോക്ക് മഹാരാജാവിനെ കാണണ്ടേ? മോള് മഹാരാജാവിനെ കണ്ടിട്ടുണ്ടല്ലോ. എപ്പോ കണ്ടിട്ടുണ്ട്? ഇതാ. ഇനി തെരയാത്ത സ്ഥലമില്ല. തേക്കാൻ നേരായി. ആ മുഖം നീങ്ങി തരിക.
സുകുമാര നന്ദകുമാര സുകുമാര നന്ദകുമാര വരിക അരികിൽ നീ ഓതാൽ വരിക അരികിൽ നീ മോരാ നന്നായി ആരെങ്കിലും പൊഴുത്തിയാല് നന്നായിട്ടില്ല എന്നാണ് പറഞ്ഞേക്കണം. ആ മുട്ടി എന്റെ കയ്യിലുണ്ടായിരുന്നു, ഒരു ഏറെന്ന് കിട്ടിയാനെ. ഞാൻ ദിവാൻ അദ്ദേഹത്തിന്റെ ദൂതനാണ്. ആട്ടം കേമായിന്ന് അവിടുത്തോട് അറിയിക്കാൻ പറഞ്ഞു. സന്തോഷം, ബഹുസന്തോഷം. അറിയാത്തവർ കേമായി എന്ന് പറയുന്നു, അറിയുന്നവൻ മുട്ടിയെടുത്തെറിയുന്നു. എന്താ അതിൻ്റെ ഒരു വേദന അല്ലേ രാമ? ദിവാൻ അദ്ദേഹത്തിന്റെ മരുമകൾക്ക് സുഭദ്രാകരണം അങ്ങും നാടിക്കാണണമെന്ന് മോഹമുണ്ടത്രേ. എന്നെ ഇത്ര ഉന്നത സ്ഥാനത്തെത്തിക്കുന്ന ആ മരുമകൾ ആരാണാവോ? തൽക്കാലം അവർക്ക് നന്ദി പറയാം. ആടാൻ വയ്യ. നീളം കാറ്റു വീണ വേണു നാദവും കുസുമാതി ഇവകളല്ല ഈ രാഗത്തിൽ പാടുമ്പോൾ ആ പദത്തിന്റെ രസഭാവം ഒന്ന് വികസിക്കുന്നില്ലേ എന്നൊരു തോന്നൽ. തെറ്റിദ്ധരുത്തിയതല്ല, അങ്ങയുടെ വേഷം പൂർണ്ണമായും കണ്ട സന്തോഷത്തിൽ രസിച്ചൊന്ന് പാടിയെന്ന് മാത്രം. വിരോധമില്ലെങ്കിൽ പേര് പറയാം. എന്റെ പേര് സുഭദ്ര, ദിവാന്റെ മരുമകളാണ്. അറിവും കരുത്തുമുള്ള ഒരു കലാകാരനും കലയുടെ വ്യാകരണം നോക്കേണ്ടെന്ന്
മുത്തശ്ശി പറയും. ഞാൻ മാറ്റിപ്പാടിയത് തെറ്റായോ? ഏയ് ഇല്ല. ഏണാഗീളം കാറ്റും വീണാവേണു ശരിയാ, ശരിയായിട്ട് തന്നെ പാടിയത്. ഏണാഗീളം കാറ്റും വീണാവേണു നാദവും മതിയോ കുസുമാരി എല്ലാം കിട്ടുന്നുണ്ടോ? ഇപ്പൊ അവരെ മനസ്സ് കിട്ടുന്നുണ്ടോ? ഇപ്പൊ കിട്ടുന്നുണ്ടോ? സുഖമിപ്പോൾ വളർക്കുന്നു സുഖമിപ്പോൾ. കുട്ടനോ കഞ്ഞിക്കുട്ടനോ ഇപ്പൊ എവിടെ ശരിയാ ഇത്രയും വലിയ കളിയോ കഴിഞ്ഞോ? ഒരു കുഞ്ഞുകുട്ടന് ആശാനുണ്ടോ? നമ്മളാണോ ആവേശം? അയ്യോ, മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് വന്ന വിചാരിപ്പുകാരനാ. പേര് പറഞ്ഞില്ല, കുഞ്ഞുകുട്ടനെ കാണാൻ വന്നതാ. പറഞ്ഞോളൂ. മഹാരാജാവ് തിരുമനസ് കൊണ്ട് കൽപ്പിച്ചപ്പോ ഏതോ പ്രസിദ്ധനായ കളിയോഗക്കാരനായിരിക്കും ഞാനും ധരിച്ചത്. പക്ഷെ തിരക്കി വന്നപ്പോ ആർക്കും അറിയില്ല എന്നും മനസ്സിലായി. രത്നം ചേറിൽ കിടന്നാലും തെളിയും. അല്ലെങ്കിൽ ആദ്യമായിട്ട് പങ്കിനി ഉത്സവത്തിന് ആടാൻ വന്നപ്പോ തന്നെ മഹാരാജാവ് തിരുമനസിന് ആട്ടം കാണാൻ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുക. നല്ല കാര്യം അല്ലേ? എന്താ സംശയം? പത്മനാഭം ഭജരാഞ്ജനാഭം നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു. അഭിനയകലയുടെ മഹാപർവ്വതം തന്നെ. ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും കൊടുക്കാമെന്ന് വെച്ചാ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. ശ്രീ പത്മനാഭ, എന്താ ഇപ്പൊ കൊടുക്കുക? എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? കൊടുക്കണം, എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. ആ ആശാനെ, ഇതിനു മുമ്പ് കണ്ടതൊക്കെയും മറന്നു പോകുന്ന ഒരവസ്ഥയിലാ ആശാൻ എന്നെ കൊണ്ടെത്തിച്ചത്. വളരെ സന്തോഷായി. സമ്മാനമോ പ്രതിഫലമോ ഒന്നുമല്ല, അഭിനയ കലയോടുള്ള ഒരു ആദരവ്. അങ്ങനെ കാണാനേ സാധ്യാവൂ. അറിയാൻ വേണ്ടി ചോദിക്കുക, അഭിനയം മാറ്റി നിർത്തിയ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഭംഗി വാക്ക് പറയുന്നില്ല, സത്യം പറയാം. ദാരിദ്ര്യ, ശരിക്കും ദാരിദ്ര്യ. എന്റെ മാത്രമല്ല, ഈ ഉത്സവകാലത്ത് ഇവിടെ ആടിയ എല്ലാ വേഷങ്ങൾക്കും ദാരിദ്ര്യം.
ആരുടെ പുണ്യം കൊണ്ടാ ഗോവിന്ദ ഇങ്ങനെ ഒരു പൊതി? ഗോവിന്ദനും കിട്ടിയില്ലേ? കിട്ടി. ആ ശ്രീപത്മനാഭ, ആരാ ഇതൊക്കെ വരച്ചത്? അവരാവോ ഇതൊക്കെ വരച്ചത്? കണ്ടു ഞാൻ തോഴിയൻ കാമാനുരൂപനെ, കണ്ടു ഞാൻ തോഴി. ദിവാന്റെ മരുമകളെന്നേ ദൂതൻ പറഞ്ഞുള്ളൂ. ഇത്ര നല്ലൊരു എഴുത്തുകാരിയാണെന്ന് അറിഞ്ഞില്ല. എഴുത്ത് എൻ്റെ ഒരു ശീലമാണ്. എപ്പോ തുടങ്ങിയെന്നോ എത്ര എഴുതിയെന്നോ ഒരു രൂപമില്ല. ഈ ആട്ടക്കഥ മുഴുവനായിട്ടില്ല അല്ലേ? ഇല്ല. പുരാണങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥയാണ് സുഭദ്രാഹരണം. അർജുനന്റെ സകല വീര്യവും കടഞ്ഞെടുത്ത് അതൊരാട്ടക്കഥയാക്കുക എന്റെ തീവ്ര മോഹമാണ്. അർജുനും സുഭദ്രയുമായുള്ള എന്റെ മനോബന്ധത്തിന് കാരണം മുത്തശ്ശിയ. ജീവിച്ചിരുന്ന ചുറ്റുപാടും അതിന് കാരണമായെന്ന് കൂട്ടിക്കോളും. എന്റെ സ്വാർത്ഥതയാ അങ്ങ് എവിടേക്ക് ക്ഷണിച്ചത്. അങ്ങയുടെ അർജുന വേഷത്തെക്കുറിച്ച് കേട്ടറിഞ്ഞുള്ള ആരാധന, ഒരു മോഹം. എല്ലാവരും പ്രകീർത്തിക്കുന്ന അർജുനെ എന്റെ സന്നിധിയിൽ വെച്ച് നേരിലൊന്ന് കാണുക, അതിന്ന് സാധിച്ചു. ഈ വലിയ ലോകത്തേക്ക് ക്ഷണിച്ച് നിങ്ങളെപ്പോലെ അറിവും പാണ്ഡിത്യവും സൗന്ദര്യവും തികഞ്ഞ ഒരാൾ മനസ്സ് തുറക്കുമ്പോ എന്താ പറയാ, ഒരു കലാകാരൻ ആദരിക്കപ്പെടുന്നത് അവന്റെ വേഷങ്ങൾ ജീവൻ വെച്ച് മറ്റു മനസ്സുകളെ കീഴ്പ്പെടുത്തുമ്പോഴാണെന്ന് ശാരടി മാഷ് പറഞ്ഞത് ഓർമ്മ വരിക. എനിക്ക് നന്ദിയുണ്ട്. കാൺമറിളകാത്ത മിന്നൽ ആ കൈകളിൽ വിണ്ണിനെ വെല്ലുന്ന പൗരുഷം. വന്ധ്യമാവുകയില്ല കാമിതം അന്തരംഗമറിഞ്ഞതിൽ പിന്നെന്തു വീണ്ടും ഒരന്തരായം പിന്തിരിഞ്ഞിടുകില്ല ഞാൻ. കണ്ടു ഞാൻ തോഴി. ഞങ്ങൾ അഭിമാനിക്കുന്നു. അത് ഈ രാജ്യത്തെ കൃഷിക്കാരും തൊഴിലാളികളും മറ്റു
ഇത് ഇങ്ങനെ തന്നെ സംഭവിക്കൂന്ന് ഞാൻ അന്നേ കണക്കൂട്ടിയതാ. ഇപ്പൊ എന്തായി? അങ്ങനെ തന്നെ സംഭവിച്ചില്ലേ? കുഞ്ചു നായർക്ക് ത്രികാലജ്ഞാന, അതൊരിക്കലും പഴക്കില്ല. അച്ഛൻ മനക്കണക്ക് കൂട്ടുകാന്ന് പറഞ്ഞ് ഈ ബന്ധം വേണ്ടാന്ന് അന്ന് നീ വാശി പിടിച്ചു. ഇതൊന്നും മനക്കണക്കല്ല, ജീവിത കണക്ക. മനക്കിലെ തെക്കേ അതിരിന്റെ പിന്നാമ്പുറത്ത് 1 ഏക്കറും 24 സെന്റും മരിക്കുന്നതിന് മുമ്പ് കുഞ്ഞുകുട്ടന്റെ പേർക്ക് തമ്പുരാൻ എഴുതി വെച്ച ആധാര. ചോര ചോര നിറം കാണിക്കും. ഇതെന്താ അമ്മേ? അച്ഛന്റെ പേരില് മനക്കിലെ തമ്പുരാൻ എഴുതി വെച്ച നിലത്തിന്റെ ആധാര. ഇതിപ്പോ നമ്മുടേതാ. അച്ഛൻ വലിയ കഥകളിക്കാരനായതുകൊണ്ടാ കിട്ടിയത്. ഭാഗ്യം എന്താ? നാമം ജപിക്കുക. ആർക്ക് വേണ്ടിയാ? തമ്പുരാനാ? ഇന്നലെ രാത്രി വരാഞ്ഞേ? 2 മേലക്കാരും ചേർന്ന് ബഹളമായിരുന്നു അറിഞ്ഞു. എന്താ അച്ഛ ഇങ്ങനെ? അച്ഛമ്മ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. ഇത്രയും കാലം ജീവിച്ചിടയ്ക്ക് നിന്റെ അച്ഛൻ ആകെ ഇന്നലെ ഒരു രാത്രി മാത്രമേ ഉറങ്ങായിരുന്നിട്ടുള്ളൂ. അച്ഛൻ കൊണ്ടുവന്നതാ. അച്ഛൻ്റെ കൊടുക്കാൻ പറഞ്ഞു. എന്താ ഇത്? തെറ്റോ ശരിയോ, ഈശ്വര കോപം ഉണ്ടാവാതിരിക്കട്ടെ. നിന്റെ പേരില് അവരെഴുതി വെച്ച ആധാര. വേണ്ട, അരുതാത്തത് കേൾപ്പിക്കരുത്. പഴുത്തു പോകും, കാത് രണ്ടും പഴുത്തു പോകും. ആധാരമല്ല, സ്വന്തം ആത്മാവ് പറിച്ചു വെച്ചാലും ആ മനുഷ്യന് മോക്ഷം കിട്ടില്ല. ഇതിന് സൽക്കർമ്മം ചെയ്യണം, മനുഷ്യനാകണം. അന്നത്തിന് ധൈര്യം സംഭരിച്ചത് പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ? ഭാരം വലിച്ച് വീഴുന്നു തോന്നിയപ്പോ നിന്റെ അച്ഛന് വണ്ടിക്കാളയോട് ഇത്രയും സഹതാപം. ഇത്രയും കാലത്ത് നഷ്ട കച്ചവടത്തിനിടയ്ക്ക് നിനക്കും പെട്ടതൊരു ലാഭം. അതല്ലേ ഇത്? ഇതിലും നല്ലത് എന്റെ ചുടല ഭസ്മം തിന്ന് വിശപ്പ് മാറ്റുന്നതാ. അച്ഛൻ വേണ്ടത് കളയണ്ട. ചെയ്തതത്രയും പുണ്യമാണെന്ന് വിശ്വസിക്കുന്ന പാപികളുടെ മുന്നിൽ ഈ വേഷവും വെച്ച് എത്ര നാളാണ് കൃഷ്ണ നീ എനിക്ക് വിധിച്ചിട്ടുള്ളത്?
അച്ഛൻ ആരാണെന്നറിയാതെ വളർന്ന ഞാൻ പിതൃത്വം ആർക്കെല്ലാമോ സമർപ്പിച്ച എൻ്റെ അമ്മ അനുഭവിച്ച കണ്ണീരിന്റെ പ്രതിഫലമായി ഒരു തുണ്ട് ഭൂമി മകനെ തൊട്ടാൽ കുളിച്ച് പാപം കളയുന്ന മനക്കിലെ തമ്പുരാൻ എല്ലാവരുടെ കണ്ണിലും അന്യവാനായി ഞാൻ എൻ്റെ ശാരദയ്ക്ക് വരെ നിഷേധിയെ ഇതനുഭവിക്കുന്നതാണോ കൃഷ്ണ നീ എനിക്ക് തന്ന സുഹൃതം? എനിക്ക് ഈ സുഹൃതം വേണ്ട. എനിക്ക് വയ്യ, എനിക്ക് വയ്യ, എനിക്ക് വയ്യ. വലിയ ആശാനും ഭേദമുണ്ടോ ആവോ? തളർവാദം ഭേദമാവില്ലത്രേ. മുട്ടിയെടുത്തെറിഞ്ഞ് ആശാന്റെ ചുവട് വെളുപ്പിച്ചത് ഈശ്വരനാ മേസ്ത്രി. എന്താ ചെയ്യാ, കലികാലത്ത് ഈശ്വരൻ അസൂയ. ഒക്കെ കാലത്തിന്റെ ഓരോ കളി. കേമനാന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ആശാൻ ഒരു ശിഷ്യനെ കിട്ടിയില്ലേ? അടുത്ത കഥ എന്താണാവോ? ഗീതോപദേശം. കൃഷ്ണനെ കണ്ട് ചില കാര്യങ്ങൾ ചോദിക്കാൻ അർജുനൻ പോവാ. മനസമാധാനത്തിന് പറ്റിയ മരുന്ന് ഭഗവാന്റെ അടുത്താണെന്നല്ലേ എല്ലാരും പറയാം. കൃഷ്ണ, ഭഗവാനെ, ശ്രീ പത്മനാഭ. പറഞ്ഞു തന്ന അടയാളം വച്ച് സുഭദ്രെ അവിടെ മുഴുവൻ തിരക്കി. അങ്ങനെ ഒരാളെ തന്നെ അവിടെ കണ്ടില്ല. അന്ന് കണ്ട ശേഷം വർഷം 5-6 കഴിഞ്ഞില്ലേ, ആ അടയാളങ്ങളൊക്കെ വാഞ്ഞു കാണും. അവരെ ഒന്നുകൂടി കാണാൻ കുഞ്ഞുകുട്ടിനേക്കാളും ആവശ്യം ഈ തിരുമേനിക്ക. അത് പിന്നെ ഇല്ലാണ്ടിരിക്കോ? അർജുനനിൽ രസിച്ചു പോയ ഒരു സുഭദ്രയെ പാടി പാടി വരുത്താന്നല്ലാണ്ട് അല്ല അപ്പുറത്തേക്ക് സങ്കല്പിക്കാം. എന്നെ കൊണ്ടോ തന്നെ കൊണ്ടോ വയ്ക്കോ? ഓ, അവരെ പ്രത്യക്ഷപ്പെടുത്താൻ ദാ ഈ കുഞ്ഞിക്കുട്ടനെ കൊണ്ടേ സാധിക്കൂ. പനിയില്ല, ഒരു ചുമ.
സത്യത്തിൽ നിങ്ങളെ ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അതാണ് അർജുനന്റെ വിധി. പ്രതീക്ഷയിലല്ല, കർമ്മത്തിലൂടെയല്ലേ അർജുനൻ കാലം കഴിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് മഹാഭാരതത്തിലെ അർജുനെ കുറിച്ചല്ല, ഈ വേഷത്തിനുള്ളിലെ കുഞ്ഞിക്കുട്ടനെ കുറിച്ചാണ്. സാരഥിയായ കൃഷ്ണന്റെ തീരിൽ മഹാപർവ്വതം പോലെ അർജുനൻ വിരിഞ്ഞു നിൽക്കുന്നു. സകല അറിവിന്റെയും പ്രകാശമായ കൃഷ്ണൻ തന്നോടെന്ന വണ്ണം സംവേദിച്ച ഒരേ ഒരു പുരുഷ ചൈതന്യമാണ് അർജുനൻ. ആ അർജുനെയാണ് ഞാൻ കാണുന്നത്. എന്റെ അടുത്ത വേഷം തൃപ്പൂണിത്തുറയിലാണ്. അന്നവിടെ വന്നാൽ എനിക്കും അതൊരു സന്തോഷമായിരിക്കും. എനിക്ക് ധാരാളം എഴുതാനുണ്ട്. അറിയാം, ഉള്ള അറിവ് വെച്ച് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്നല്ലാതെ സത്യത്തിൽ അർജുനൻ എനിക്ക് അന്യനാണ്. എന്റെ പിഴവുകൾ അവിടെ വെച്ച് ചൂണ്ടിക്കാണിച്ചു തരാനുള്ള സന്മനസ്സുണ്ടായാൽ അതും ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതും. മേലിൽ ജനിക്കുന്ന തനയനെ പരിപാലയം ഭവതേ ഞാൻ തന്നില്ല എങ്കിൽ അനലെ കുണ്ടവു തല്ലിൽ മടിച്ചിടാതെ ചാടി ദഹിച്ചിടുവൻ ദേഹം വധിച്ചിടുവൻ സത്യം. ഈ ലോകത്തൊന്നും അല്ലെന്ന് തോന്നുന്നു. ഈ ലോകത്തെയല്ല, കുറച്ചു മുൻപ് കണ്ട അർജുനൻ എൻ്റെ രക്തയായി ഞാൻ മറ്റെവിടെയോ ആയിരുന്നു. ദേവലോകത്തെ ആട്ടവിളക്ക് കണ്ടോ? സന്യാസിയായി വന്ന അർജുനൻ സുഭദ്രയെ കട്ടുകൊണ്ടുപോയ കാര്യം
കൃഷ്ണൻ ബലരാമൻ ആടിക്കാണിച്ചറിയിച്ചത് ഒരുപക്ഷെ ഈ ആട്ടവിളക്കിന് മുൻപിലായിരിക്കണം അല്ലേ? പേരും സുഭദ്ര എന്നായതുകൊണ്ടാവും ഇങ്ങനെയൊക്കെ ചില കിറുക്ക് ചിന്തിക്കുന്നത്. ആവോ. മുത്തശ്ശൻ മടിയിലെടുത്ത് സുഭദ്ര എന്ന് വിളിക്കുമ്പോൾ അർജുനെ കുറിച്ച് അറിവ് പോലും ഇല്ല. 24 മണിക്കൂറും വായിക്കും. മാളിക വരുത്താത്ത ഗ്രന്ഥങ്ങളില്ല. സുഭദ്ര ആരാണെന്ന് എനിക്ക് കാണിച്ചു തന്നത് ആ ഗ്രന്ഥങ്ങളാണ്. സുഭദ്രയോളം വലിയൊരു ഭാഗ്യവതി ഈ ഭൂമുഖത്തില്ല. അവൾ സ്നേഹിച്ചതും കാമിച്ചതും പുരുഷ സങ്കല്പത്തിന്റെ മൂർത്തീഭാവമായ അർജുനനെയാണ്. ദേവേന്ദ്രപുത്രൻ മനുഷ്യ ശരീരത്തോടുകൂടി തന്നെ സ്വർഗത്തിൽ ചെന്ന് അവൻ ദേവശത്രുക്കളെ ജയിച്ചു വന്നു. പരമേശ്വരനോട് യുദ്ധം ചെയ്ത് പാശുപതാസ്ത്രം ധരിച്ചു. തപസ്വി ശ്രീകൃഷ്ണൻ കണ്ടെടുത്ത ധർമ്മത്തിന്റെ പ്രതിപുരുഷനാണവൻ. ഞാനവനെ സ്നേഹിക്കുകയല്ല, മനസ്സിൽ ആവാഹിച്ച് ആത്മാവ് കൊണ്ട് രുചിച്ചറിയുകയാണ്. മാവേലിക്കരയിൽ പുരാതനമായ ഒരു തറവാടുണ്ട്. എന്നോ കാലം ചെയ്ത ഒരു വലിയ മനുഷ്യന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും അവർ കഥകളി നടത്തുന്നു. ഈ വർഷത്തെ അർജുനൻ ഞാനാണ്. വരുന്ന ചിങ്ങം 17. ജനിച്ചു വളർന്നല്ലെങ്കിലും 17 വയസ്സുവരെ വായിച്ചും പഠിച്ചും സ്വപ്നം കണ്ടു നടന്ന തറവാട്ടിന്റെ മണം അത്ര പെട്ടെന്ന് മനസ്സൊന്ന് പോവോ? ഈ ചിങ്ങം 17 ഞാൻ നേരത്തെ അറിഞ്ഞിരിക്കുന്നു. മുമ്പ് വീട്ടിൽ വന്നപ്പോ കാണിച്ചിരുന്ന അത് പൂർത്തിയായി. അതെ, ഞാൻ ഇന്നുവരെ കാണാത്ത പൗരുഷത്തോടെ ആ ആട്ടക്കഥയിലെ എന്റെ അർജുനൻ എന്നെ കണ്ടുകൊണ്ടുപോയി. വരുന്ന ചിങ്ങം 17 മാവേലിക്കരയിലെ എന്റെ തറവാട്ടിൽ വെച്ച് ഈ ആട്ടക്കഥ അങ്ങനെക്കായി ആടുമോ? ശ്രമിക്കാം. അത്ര എനിക്ക് പറയാൻ കഴിയും. ശ്രമിക്കുകയല്ല, എനിക്ക് വേണ്ടി ഞാൻ എഴുതിയ വരികളിലൂടെ എന്റെ അർജുനാവണം. എന്നെ അർജുനന്റെ സുഭദ്രയാക്കി മാറ്റണം. ഈ ജന്മം കൊണ്ട് ഒരിക്കലും സാധിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആ ലഹരി എനിക്ക് അനുഭവിക്കണം. ഒരാഗ്രഹം, ഒരേ ഒരാഗ്രഹം. സാധിച്ചു തരുമോ? അർജുന വല്ലഭ അല്ലയോ ഞാൻ നമുക്കു അർജുന വല്ലഭ അല്ലയോ ഞാൻ നമുക്കു അഗ്രജ കാരുണ്യം എപ്പോഴും ഇല്ലയോ അഗ്രജ കാരുണ്യം എപ്പോഴും ഇല്ലയോ വില്ലെടുക്ക ഞാൻ വലിക്ക വീര വില്ലെടുക്ക ഞാൻ വലിക്ക വീര നമുക്കുരധ്യ കുലധർമ്മമതല്ലയോ നമുക്കുരധ്യ കുലധർമ്മമതല്ലയോ
വേഗം കർപ്പൂരം പനിനീരിൽ ചാലിച്ചതാ. തൊണ്ടയ്ക്കൊരു എരിച്ചില്. കുഞ്ഞുകുട്ടന്റെ ആട്ടം തീരണവരെ പാടണമെങ്കിലേ ഇത് ലേശം തേക്കാതിരിക്കാൻ വയ്യ. ഞാനിങ്ങനെ ഓർത്തിരിക്കുകയായിരുന്നു. വന്നിട്ട് അധികം നേരമായോ? കുറെ നേരമായി. കിരീടം വെക്കുന്ന കാത്ത് പുറത്തു നിൽക്കായിരുന്നു. ഈ വേഷത്തിൽ മുന്നിൽ കണ്ടുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അഭിമന്യുവാണ്.
ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ആരാ? കുഞ്ഞുകുട്ടനാശൻ. ഞങ്ങളോട് പരിഭവിച്ചിട്ട് ഒരു കാര്യവുമില്ല. സമ്മതമില്ലാതെ ആരെ അകത്തേക്ക് വിടാതിരിക്കാനാ ഈ വേഷവും തന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഞാൻ 16 വർഷമായി, അങ്ങേര് 36 വർഷമായി. ആളറിയാതെ കിടന്ന് വീരപദം മുഴുക്ക്. കുഞ്ഞുകുട്ടാശാൻ വന്നിരിക്കണമെന്ന് സുഭദ്രയോട് പറയൂ. പറഞ്ഞു. അങ്ങനെ ആരും വരാനില്ലെന്നാ കാര്യക്കാരൻ പറഞ്ഞത്. മാത്രമല്ല അങ്ങനെ അവരെ ആരും പേരെടുത്ത് വിളിക്കുന്നത് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടുമില്ല. ചെറിയൊരു അവിവേകം ഞങ്ങൾ കാണിച്ചു അല്ലേ? സാരമില്ല, ക്ഷമിക്കുക. അവരിപ്പോഴാടുന്ന പദം തിരുമേനിക്ക് പിടികിട്ടിയില്ലല്ലേ? ചുട്ടിയില്ല, വേഷമില്ല, കിരീടമില്ല. വെറും മനുഷ്യനായി ഇവിടെ വന്നത് കുഞ്ഞുകുട്ടന്റെ ബുദ്ധിയില്ലായ്മ. ഇതവരെ ഏൽപ്പിക്കണം. വേണ്ടെന്ന് പറഞ്ഞാൽ കയറി കളയരുത്, ദഹിപ്പിക്കണം. ഇതെന്റെ എത്രാമത്തെ എഴുത്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. എഴുതിയതെല്ലാം എവിടെയോ നിൽക്കുന്ന സുഭദ്രാമയ്ക്ക് കിട്ടുന്നുവോ എന്നും അറിയില്ല. എന്നാലും ഞാൻ എഴുതുന്നു, എഴുതിക്കൊണ്ടേയിരിക്കുന്നു. മാവേലിക്കരയിൽ ഞാനിന്ന് അർജുനനായി ആടി. എന്നെ ഉപേക്ഷിച്ചകന്ന സുഭദ്രാമയും മകനും മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. എൻ്റെ ചുവടുകൾ പിഴച്ചുപോയി. ഈ മൗനം അർജുനന്റെ പുത്രനെ സ്വന്തമാക്കിയതിൻ്റെ അഹങ്കാരമാണോ, അതോ എൻ്റെ മകന് എന്നെ നിഷേധിക്കുന്നതിൻ്റെ ആഹ്ലാദമാണോ? അടുത്ത 17-ാം തീയതി ആലുവ കൊട്ടാരത്തിൽ ഞാൻ അർജുനനായി ഉണ്ടാവും. സുഭദ്ര കളിമണ്ഡപത്തിന് പിറകെ കാത്തു നിൽക്കുന്ന പറഞ്ഞു. എന്റെ മകനെയും അവന്റെ അച്ഛനെയും ഞാൻ ഒന്നിച്ച് കാണുന്നു. അതെങ്ങനെയല്ലാതെ എനിക്ക് വേറൊരു നിവൃത്തിയില്ല. എന്റെ ജീവിതത്തിൽ വേറെയും ചിലത് സംഭവിച്ചു. ഒരു വിമാനാപകടത്തിൽ എന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടു. അഭിമന്യുവിന്റെ അമ്മ മാത്രമല്ല, ഞാനിന്ന് വിധവയുമാണ്. ആഗ്രഹിക്കുന്നില്ലെങ്കിലും എല്ലാ അർത്ഥത്തിലും
എന്റെ മകന് വേണ്ടി ആ വാക്ക് ഞാൻ സ്വീകരിക്കുകയാണ്. ഞാനും എന്റെ മകനും ഇനി ഒരിക്കലും അങ്ങയെ കാണാൻ വരില്ല. ഇതുവരെ എഴുതിയ കത്തുകളിൽ പലതും ഞാൻ വായിച്ചിട്ടില്ലെങ്കിലും ഒന്നും ഞാൻ നശിപ്പിച്ചിട്ടില്ല. ഇനി അങ്ങ് എഴുതുന്ന കത്തുകൾ ഒരിക്കലും എൻ്റെ അടുത്തെത്തില്ല. എനിക്ക് അർജുനിൽ പിറന്ന മകനായിട്ട് ഇവനെ ഞാൻ കാണും. ഇവൻ കുഞ്ഞുകുട്ടന്റെ മകനല്ല. അങ്ങനെ ഒരിക്കലും അങ്ങ് ഇവനെ കാണരുത്. അങ്ങേക്ക് ഇങ്ങനൊരു മകനില്ല. എന്താ അവർ പോയിക്കളഞ്ഞേ? ആട്ടം കഴിഞ്ഞു. അവൾ സ്നേഹിച്ചതും കാമിച്ചതും എന്നെയല്ല, എന്റെ വേഷത്തെ മാത്രമാണ് രാമ. ഞാൻ മനുഷ്യനല്ല, ഞാൻ വെറും വേഷമാണ്, വെറും വേഷം മാത്രമാണ്. ഇതാ എന്റെ തല മുറിച്ച് തന്നിരിക്കുന്നു. ഇന്നു മുതൽ എനിക്ക് സ്വാത്വിക ഭാവം വേണ്ട. കുഞ്ഞുകുട്ടന് രൗദ്രഭാവം മതി, രൗദ്രഭാവം മാത്രം മതി. കളി മുടങ്ങും കുഞ്ഞുട്ടാ? ഇല്ല രാമ, ഒരു കളിയും മുടങ്ങില്ല. നമ്മൾ ആര് വിചാരിച്ചാലും ഒരു കളിയും മുടങ്ങില്ല. കൃഷ്ണ, വലിച്ചില്ല മോളുടെ അച്ഛനെ പകുതിക്ക് വിളിച്ച് ഓടി വന്നില്ല. എന്തേ? ഒന്നുമില്ല, തൊണ്ട വരണ്ടു. മോളിത്തിരി
ചുക്കൊള്ള കൊണ്ടു ഇനി പാടാം. അഞ്ച് കളി കഴിഞ്ഞു. അഞ്ച് നന്നായില്ല. വേഷം അഴിച്ചു വെച്ച് താനിവിടെ കിടക്കുന്നു. വേഷം അഴിക്കാൻ കഴിയാതെ ഞാനിങ്ങനെ ആടുന്നു. നിദ്ര ഒന്നു മിണ്ടി അതെന്തേ നിദ്ര ഒന്നു മിണ്ടി അതെന്തേ നിദ്ര നിദ്ര പൂണ്ടിടുക കൊണ്ടോ കല്ലിനോടു തുല്യം നീ കല്ലി തുല്യം നീതാ നീതാ നല്ലല്ലി മാലിനി സുഖമോ ദേവി സുഖമോ ദേവി കുഞ്ഞിക്കുട്ടനാശാന്റെ സുഖമോ ദേവി കാണാനുള്ള ഭാഗ്യം ഈ പൈങ്കുനിയിലാ സാധ്യമായത്. എന്തോ പറയാനുണ്ടല്ലോ ഉണ്ടോ? ഇത് തിരിച്ചെടുത്തിട്ട് എനിക്കുള്ള പ്രതിഫലമായി എന്റെ നമ്പൂതിരിയെ ചികിത്സിക്കാൻ ദയ കാണിക്കണം. വയ്യ, തീരെ വയ്യ, അവശനായിരിക്കുന്നു. വിഷമിക്കണ്ട, എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്തിരിക്കും. അരുത്,
അവരെത്തിയിട്ടില്ല. എപ്പോ വരുമെന്ന് പറയാനും പറ്റില്ല. ഇനി വരുമ്പോ സാരമില്ല. ഇതൊരു എഴുത്താണ്. അറിയുന്ന ഏതെങ്കിലും ഒരു സമയത്ത് തിരിച്ചു വന്നാൽ ഇത് സുഭദ്രാമ്മയ്ക്ക് കൊടുക്കണം. ഈ പെന്നും എൻ്റെ ഒരു സമ്മാനമായി അവർക്കുള്ളത്. വിദേശത്ത് പോയപ്പോൾ ഞാൻ അവർക്കായി വാങ്ങിച്ചത്. കൊടുക്കാം, ഇപ്പൊ തന്നെ കൊടുക്കാം. തൊണ്ടയിൽ ലൈറ്റ് അടിക്കണം എന്നാ ഡോക്ടർ പറഞ്ഞത്. ഈശ്വരൻ ആകെ കൊടുത്ത ശബ്ദം അത് തിരിച്ചു ചോദിക്കാന്ന് വെച്ചാ അവനോടു ശൗര്യം പരീക്ഷണം കാര്യമവനോടു ശൗര്യം പരീക്ഷണം ശൗര്യം പരീക്ഷണം ചിത്രമഹോ ഇങ്ങോട്ട് മാറിക്ക, ഞാൻ ചോക്കട്ടെ എന്തായി കാട്ടണ. കലാശം പകുതി നിർത്തി ആശാൻ എങ്ങനെ ഇറങ്ങി വരിക? താൻ പറയുന്ന പോലെ കളിക്കാൻ വയ്യ. വേഷൻ രാമനായാലും രാവണനായാലും നിയന്ത്രിക്കുന്ന മനസ്സാ. ആ മനസ്സിന് ഇതിനപ്പുറം വയ്യ. സോപാന സംഗീതത്തെ ഉത്തുംഗ ശൃംഗത്തിലെത്തിച്ച ഒരു മഹാകലാകാരന്റെ പാട്ട് കേട്ടാ ഇത്രയും കാലം ഞാൻ രംഗത്ത് പ്രവർത്തിച്ചത്. ഉച്ചത്തിലൊന്ന് നാമം ജപിക്കാൻ പോലും കഴിയാതെ ആ വലിയ മനുഷ്യൻ വീട്ടിൽ തളർന്നു കിടക്കുക. കലാശം പാതിയായി നിന്നു പോയതിന് കണക്ക് പറയുന്ന നിങ്ങൾ പോലും ആ സാധു മനുഷ്യനെ ഒന്ന് തിരിഞ്ഞു നോക്കാത്തത് കഷ്ടമാണ്. കള്ളു കുടിച്ച് ജന്മം കളയുമ്പം അങ്ങേർക്ക് ഇതൊന്നും ഓർമ്മയില്ലായിരുന്നു ആശാനെ. കള്ളു കുടിച്ചിട്ടാണോടോ നായെ ആ മനുഷ്യന്റെ തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നത്? തന്നെ പോലുള്ളവരുടെ കഴിവില്ലായ്മയും കിരാത മനസ്സുമാണോ ജന്മം കൊണ്ട് കലാകാരനായ ആ മനുഷ്യന്റെയൊക്കെ ശത്രു? കലാകാരനെ അവഹേളിക്കുന്ന സ്വന്തം ദുഷ്ടത്തരം മറച്ചു വെക്കാൻ താനൊക്കെ ആ 4 ഗ്ലാസ് കള്ളേ കാണൂ. തനിക്കും തന്റെ തലമുറയ്ക്കും അവരൊക്കെ ചെയ്തു വെച്ച സദ്ഗുണങ്ങൾ കാണാൻ ഈ കണ്ണുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ലടോ. അതൊക്കെ കുത്തി പൊട്ടിച്ചു കളാ. ഷാരടി മാഷേ, ഷാരടി മാഷേ, ഇവിടെ ഇല്ലാതായിട്ട് 4-5 മാസം കഴിഞ്ഞു. കാശിക്ക് പോവാന്ന് പറഞ്ഞ്
ഇവിടെ വന്നിരുന്നു. അവസാനത്തോടടുക്കുമ്പോൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഭാരം താങ്ങാൻ ആർക്കും കഴിയുന്നില്ല. ഇറക്കി വയ്ക്കാനൊരു സ്ഥലം വേണ്ടേ? തളരുന്നു എന്ന് തോന്നുമ്പോഴൊക്കെ ഒപ്പം ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ കാശിക്ക് പോയാൽ പിന്നെ ഞാൻ എവിടേക്കാ പോവാ? പിന്നാലെ പോവാൻ. കാശിക്കോ? കുഞ്ഞുട്ടിനെന്താ സന്യാസിയാകാൻ പോവാ? അദ്ദേഹത്തെ കാണാൻ മാത്രമല്ല, മനസ്സമാധാനം വേണം. അതിനാ കാശിക്ക് പോകാന്ന് വെച്ച്. വേറെ ഉദ്ദേശമുണ്ടെന്ന് കൂട്ടിക്കോളൂ. തിരിച്ചു വരും. ഞാൻ വരുന്നത് വരെ രാമൻ വേണം വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. ഇനി എത്രയോ ആടാനില്ലേ? എല്ലാം നമുക്ക് ആടി തീർക്കണ്ടേ രാമ? പാടില്ല, നീ ചെയ്യാൻ പാടില്ല കുട്ടി. നമ്പൂതിരിക്ക് പിണ്ടം വയ്ക്കുന്നത് പാപം. അത് പാപമാണെങ്കിൽ ആ പാപവും എൻ്റെ അച്ഛൻ തന്നെ അനുഭവിക്കട്ടെ. പക്ഷെ സാധിക്കില്ല. മകൻ അച്ഛാന്ന് വിളിക്കുമ്പോൾ അച്ഛനല്ലെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ മനുഷ്യ ശരീരത്തോട് നിൽക്കുമ്പോഴേ ആർക്കും സാധിക്കും. മരിച്ച ശേഷം അച്ഛാന്ന് വിളിച്ചാൽ ശരീരം പോയ ആത്മാവിന് മകനെ എന്ന് വിളിക്കാതിരിക്കാൻ കഴിയില്ല. ഞാൻ വിളിക്കും. ഗംഗയിലെ വെള്ളം തൊട്ട് പിണ്ണം വെച്ച അച്ഛ വിളിക്കും. ഇങ്ങനെ കരയാൻ എൻ്റെ അമ്മ ഒരു പാപവും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ അമ്മയെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നു. പ്രാണനെ പോലെ. ഷാരടി മാഷ് കുഞ്ഞുകുട്ടൻ അച്ഛൻ നമ്പൂരിയാണെങ്കിൽ നമ്പൂരി സ്ത്രീയിൽ പിറന്ന മകനെ പിണ്ടം വയ്ക്കാൻ അധികാരമുള്ളൂ. അന്യകുലത്തിലെ സ്ത്രീയിൽ ജനിച്ച മകന് ആ അധികാരമില്ല. അത് അവരുടെ നിയമ.
ഞാൻ ആരുടെയോ മകനാണെന്നത് സത്യമല്ല. എന്നെ ജനിപ്പിച്ച അച്ഛൻ ഞാൻ മകനല്ലെന്ന് നിഷേധിക്കുന്നു. എൻ്റെ മകനെ പ്രസവിച്ചിട്ട് ഞാൻ അവൻ്റെ അച്ഛനല്ല എന്നൊരു അമ്മ പറയുന്നു. അച്ഛൻ, അമ്മ, മകൻ, മകൾ എന്നൊക്കെ പറയുന്നത് കഥകളിക്കാരൻ്റെ മുദ്രകളാണ്. മുദ്രകൾക്ക് മേൽജാതിയും കീഴ്ജാതിയും ഇല്ല, പവിത്രത മാത്രമേ. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എനിക്കെൻ്റെ അച്ഛനെ വേണം. മോനെ എന്ന് വിളിക്കാൻ, കണ്ണു നിറയെ ഒന്ന് കാണാനോ, അർജുനന്റെ മകനായി മാറ്റിയ എൻ്റെ മകനെ സുഭദ്ര എനിക്ക് വിട്ടുതരുന്നില്ല. ഈ കർമ്മത്തിന് 2 മുഖങ്ങളുണ്ട്. മകനായി അച്ഛന് വേണ്ടിയും അഭിമന്യുവായി എനിക്ക് വേണ്ടിയും ഞാൻ തന്നെ ഈ ഗംഗയുടെ ശാന്തിയിൽ പിണ്ഡം വയ്ക്കുന്നു. My desire to have a handful of my ashes thrown into the Ganga at Allahabad has no religious significance, so far as I am concerned. I have no religious sentiment in the matter. I have been attached to the Ganga and the Yamuna rivers in Allahabad ever since my childhood. And as I have grown older, this attachment has also grown. I have watched their varying moods as the seasons changed. പ്രിയപ്പെട്ട സുഭദ്രാമേ, ഒരു കത്ത് കൂടി എഴുതുകയാണ്. മകനെ ആവശ്യമില്ലാത്ത അച്ഛൻ്റെ സാമീപ്യം തേടി ഇവിടം വരെ വന്നു. ഏത് പാപകർമ്മമാണ് മകനെ ആവശ്യമില്ലാത്ത ഒരു അച്ഛനെ സൃഷ്ടിച്ചത്? ജന്മം മുഴുവൻ വിലാപവുമായി ഇനിയും ഇങ്ങനെ അലയാൻ വയ്യ. കഴിഞ്ഞ സംക്രമത്തിന് പുലർച്ചെ ശ്വാസം പോണ സമയം ഞാൻ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. സുഭദ്ര എഴുതിയ ആട്ടക്കഥയിലെ 2 വരി തനിക്ക് ദക്ഷിണയായി പാടിയിട്ടാ നമ്പൂതിരി പോയത്. ചുണ്ടനൊക്കെ നോക്കി പദം പിടിക്കാൻ ഈ രാമൻ ആരെങ്കിലും പഠിപ്പിക്കണം. ഞാൻ ശരിക്കും കേട്ടു. തനിക്കും എനിക്കും ഇപ്പൊ പെലയാ. കണ്ടില്ലേ എൻ്റെ ദീക്ഷ? ഞാൻ സമ്മതിക്കില്ല. എന്റെ സമ്മതം ഇല്ലാണ്ട് അവള് തുള്ളുന്ന എനിക്കൊന്ന് കാണണം. അവളെ വേഷം കെട്ടിച്ച് 4 കാശുണ്ടാക്കേണ്ട ദാരിദ്ര്യം ഇവിടെ ഉണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് അങ്ങോട്ട് തീ വെക്ക. ദഹിക്കട്ടെ അല്ല. അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എപ്പ നോക്കിയാലും ഇങ്ങനെ. അച്ഛനെന്താ ഇത്രയും കാലം ഇതെന്നോട് പറയാതിരുന്നെന്നാ ഞാൻ ചിന്തിക്കണേ. എനിക്കും പഠിക്കണ കഥകളി. പഠിച്ചാ മാത്രം പോരാ, അച്ഛനോടൊപ്പം കളിക്കുകയും വേണം. മനസ്സ് വെച്ചാൽ 9 മാസം മോൾക്ക്
നമുക്കത് കഴിയോ? ഞാനിവളെ വെള്ളിനേഴി മാധവനാശാന്റെ കളരിയിൽ വിടാം. അവിടെ ആവുമ്പോ പാറക്കുട്ടിയുണ്ട്. അവിടെ താമസിച്ച് പഠിക്കാച്ച എനിക്കിവിടെ ഇത്തിരി മനസമാധാനം ഉണ്ടാവും. അതല്ലേ നല്ലത്? അമ്മേ, ഞാൻ കുളിച്ച് അമ്പലത്തിൽ പോയിട്ടേ വരൂ. എല്ലാം വൃത്തിയാകുന്നു രാമ. ഇനി മനസ്സമാധാനത്തോടെ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. സുഭദ്ര അമ്മ എഴുതിയ സുഭദ്രാഹരണം ചിട്ടപ്പെടുത്തി അവസാനമായി എനിക്കൊന്ന് അർജുനനാകണം. 9 മാസം കഴിഞ്ഞ് മോളുടെ അരങ്ങേറ്റം നടത്തുമ്പോൾ നമുക്ക് ആ കഥ വേണം കളിക്കാൻ. എന്റെ മോളായിരിക്കും സുഭദ്ര. അവനവൻ ഉണ്ടാക്കി വെച്ച പാപം ഇല്ലാതാക്കാൻ അവനവൻ തന്നെ വിചാരിക്കണം, അല്ലാതെ സ്വന്തം മോളെ കൊണ്ടല്ല. ഇത്രയും കാലം കിരീടം വെച്ച് ആടിയിട്ട് ആകെ കിട്ടിയൊരു മുതല് ഏതൊരു തമ്പുരാട്ടിക്കുണ്ടായൊരു കുട്ടി. ഒക്കെ ഞാനും അറിയുന്നുണ്ട്. സ്വന്തം മോളെ വേഷം കെട്ടിച്ച് ശൃംഗരിച്ച് ആടിയിട്ട് വേണം ഇനി അവളോടുള്ള പക വീട്ടാൻ. അവളോടല്ല, എന്നോട് ആ മനുഷ്യൻ പക വീട്ടണേ. ഇതൊന്ന് പറഞ്ഞു കൊടുക്കായിരുന്നില്ല എങ്ങക്ക്? ഞാൻ പറഞ്ഞു നോക്കാം. കേക്കില്ല, ആ മനുഷ്യൻ കേക്കില്ല. ആ മനുഷ്യൻ കേട്ടാലും എൻ്റെ മോള് കേക്കില്ല. അത്രത്തോളം എത്തിയിരിക്കണം കാര്യങ്ങൾ. ഞാനൊരമ്മയാ, അച്ഛനല്ല. എന്ത് വേദം പറഞ്ഞാലും എനിക്ക് തലേ കയറില്ല. മനസ്സിന്റെ നീറ്റല് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയൊരു ഭാഷ ഒരാൾക്കും അറിഞ്ഞുകൂടാ. അതാ എല്ലാവരും അവനവന്റെ ഉള്ളിൽ തന്നെ കിടന്നാലേണ്. ശാരദയുടെ അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. എത്ര ലളിതാക്കി പറഞ്ഞാലും സ്വന്തം മോളെ സുഭദ്രയാക്കി അച്ഛനൊപ്പം ശൃംഗരിക്കുന്നേ അവര് കരുതൂ. കളിയരങ്ങിലായാലും കഥയിലായാലും അത് തെറ്റാന്ന് ഒരമ്മ പറഞ്ഞാൽ അത് തന്നെ ഞാനും പറയാം. തെറ്റാണോ? അങ്ങനെയാണെങ്കിൽ അതിനൊരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. 21 വർഷം ശവിക്കലും പിറുപിറുക്കലുമല്ലാതെ സ്നേഹം എന്താണെന്ന് ഇനിയും ഞാൻ അറിയേണ്ടിയിരിക്കുന്നു. ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള പുണ്യമേ ഞാൻ ചെയ്തിട്ടുള്ളൂ രാമ. ശിക്ഷിക്കാൻ പറ. നീ വിളിച്ചു പറയുന്നതൊക്കെ ഞാനും കേട്ടു. ചെയ്യാൻ പാടില്ലാത്ത പാപായി കാണിക്കണേ. ഇത്രയും കാലം അനുഭവിച്ചത് അച്ഛനോ അതോ ഞാനോ? അച്ഛനത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അനുസരിക്കേണ്ട കാലത്ത് അച്ഛനെ ഞാൻ അനുസരിച്ചു. ഇനി വയ്യ, ഞാൻ അവിടെ കഴിഞ്ഞോളാം, അവിടെ തന്നെ മരിച്ചോളാം.
അവള് പറഞ്ഞ ഒരു അക്ഷരം ഞാൻ കേട്ടില്ല. വയസ്സുകാലത്ത് കേൾവി കുറഞ്ഞത് നന്നായി. കുടിക്കാൻ എന്തെങ്കിലും? മഹാരാജാവിന്റെ പൊന്മോതിരം ഇത്തവണ കവളപ്പാറ ശങ്കരൻകുട്ടി ആശാനാ വിരിച്ചത്. കുഞ്ഞുക്കുട്ടൻ ആശാന്റെ കീചകൻ എന്താണെന്നറിയില്ല ഇത്തവണ മുതൽ. എന്നാ അത് അത്ഭുതട്ടോ. കുഞ്ഞുക്കുട്ടനാശാന്റെ കീചകനെയാ മഹാരാജാവ് ആട്ടം തീരണത് വരെ ഇരുന്ന് കണ്ടത്. ഇറങ്ങി പോകുമ്പോ മദ്യപാനം കൂടിയോന്ന് ആരോട് ചോദിക്കണത് കേട്ടു. വെള്ളം കൂടിയാൽ സർവ്വതും നേർക്കും, ഒടുക്കം കാണാനേ കിട്ടാണ്ടാവും. ഇത്തവണ ആ മാപ്പിൾ ചിക്കനിൽ പാടിയത് എന്താ അവന്റെ പേര്? അബ്ദുൽ ഖാദർ. ആ അതെ അതെ. ഇനി ദേവേന്ദ്രൻ തന്നെ വന്ന് പെണ്ണോളെ ചാർത്തിന്ന് വെക്കുക. എന്നാലും കുഞ്ഞുകുട്ടനാശാനും ബാക്കിയുള്ളവരും തമ്മിൽ ഇവിടുന്ന് ഹിമാലയത്തിൽ ചെല്ലുന്ന ദൂരമുണ്ട്. അത്രയും ദൂരം ഒരു പൈങ്കിനി ഉത്സവം കൊണ്ട് ആരും ആടിയെത്തുന്നു വിചാരിക്കണ്ട. ഈ മണ്ണിൽ കാലുകുത്തിയാൽ ആദ്യം മനസ്സിൽ തെളിയുന്ന മുഖായത്. ആദ്യം വഴികാട്ടിയ ആളല്ലേ, എങ്ങനെ മറക്കാൻ കഴിയാ? എല്ലായിടത്തും ഒന്ന് മുഖം കാണിച്ചു വരെയാവും. ഇത്തവണ കീചകൻ പതറിയെന്നും മദ്യപാനം കൂടിപ്പോയെന്നും മഹാരാജാവും പറഞ്ഞുവല്ലേ. കൂടിപ്പോയി. മദ്യപാനം മാത്രമല്ല, സകല പുണ്യങ്ങളും കൂടിപ്പോയി. ഇപ്പോ മുന്നിൽ വെറും ശൂന്യത. എന്ത് ശൂന്യമായിരിക്കുന്നുവോ അതിലേക്കെല്ലാം ഒന്ന് നിറയുമെന്ന് കേട്ടിട്ടില്ലേ? സമസ്ത സുഖദുഃഖങ്ങളും വന്ന് നിറയുന്ന ആ മനോഹര മുഹൂർത്തത്തിന് ഞാനും കാത്തിരിക്കുക. എന്നെ ഇപ്പൊ ഒന്നും അലട്ടുന്നില്ല. ഇവിടെ പറഞ്ഞു കേൾക്കുന്നതിലൊന്നും ഒരു സത്യവുമില്ല. താങ്കളെ ഇവിടെ കാണാൻ സാധിച്ചത് ഒരു ഈശ്വര നിശ്ചയമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാര്യം അറിയിക്കണമെന്ന് തോന്നുന്നു. ഈ കീചകന് ഒരു അർജുന വേഷം കൂടി ആടാനുണ്ട്. ഞാൻ എൻ്റെ മകൻ അഭിമന്യുവിനെ ആദ്യമായി കണ്ട സ്ഥലത്ത്. സുഭദ്രാമ്മ എഴുതിയ സുഭദ്രാഹരണമാണ് കഥ. അത് ചിട്ടപ്പെടുത്തി ഞാൻ അർജുനനായും എൻ്റെ മകൾ സുഭദ്രയായി മാറുന്നു. കാമിനി മമ മനോ മനോരഥ ഗാമിനി മനസ്സിനി നന്ദനം വിടർത്തുന്നു നിൻ മൃദു സ്പർശനം നന്ദനം വിടർത്തുന്നു നിൻ മൃദു സ്പർശനം ചന്ദ്രികാലയം
സംഗീതമാലിംഗനം അംഗങ്ങളിൽ നീ അരുളുന്ന ചുംബനം അംഗങ്ങളിൽ നീ അരുളുന്ന ചുംബനം മനസ്സിനോ ചന്ദനം മന്ദമഴിയോ ബന്ധനം മന്ത്രം പൊഴിയുന്നു നിന്റെ ദീക്കൂ കാമിനി മമ മനോരഥ മോളും അർജുനായ അച്ഛനും ഈ അമ്മയ്ക്ക് മുന്നിലാടിയത് ഏത് വികാരം കൊണ്ട് വർണ്ണിക്കണമെന്ന് ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ആരാന്ന് പറഞ്ഞില്ല. മോനെ ഇന്നലെ രാത്രി ആട്ടം കഴിഞ്ഞ് പോന്ന വഴിക്ക് ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ച് കുഞ്ഞുകുട്ടനാശാൻ കുഴഞ്ഞു വീണൂന്ന് കേൾക്കുകയുണ്ടായി. ഒപ്പം ഉണ്ടായിരുന്ന മോള് താങ്ങുമ്പോഴേക്കും മിണ്ടാട്ടം ഇല്ലാണ്ടായത്രേ. ഹൃദയം നിന്ന് മരിച്ചു എന്നാ കേട്ടത്.
പ്രിയപ്പെട്ട സുഭദ്രാമ്മേ, ഒരു കത്ത് കൂടി എഴുതുകയാണ്. ജന്മം മുഴുവൻ വിലാപവുമായി ഇനിയും ഇങ്ങനെ അലയാൻ വയ്യ. ആരുടെ പാപമാണ് ഒരിക്കലും കിട്ടാത്ത മകനെ ഒരച്ഛന് നൽകിയത്? അച്ഛന് മുന്നിൽ ജീവിതം യാചിച്ച് നിന്ന മകന് സ്വന്തം പുത്രന്റെ നിഴല് പോലും കാണാൻ കിട്ടാത്ത വിധി. മനസ്സ് ശാന്തമാകാൻ എനിക്കൊരു നിവൃത്തി കണ്ടേ പറ്റൂ. എനിക്കിനി കൂട്ടിനുള്ളത് മകൾ മാത്രം, എൻ്റെ പൊന്നോമന. അനിയനായി പിറന്ന കുഞ്ഞിനോടുള്ള അച്ഛൻ്റെ വേദന അമ്മയ്ക്ക് മുന്നിൽ ആടിക്കാണിക്കാൻ ആട്ടവിളക്കിനരികിൽ ഇനി അവൾ എൻ്റെ സുഭദ്രയാവട്ടെ. മകളോടൊപ്പം ശൃംഗാരമാടി ഈ പാപവേഷത്തോടെ ഇല്ലാതാവുന്നെങ്കിൽ അതും ഒരു പുണ്യമായി മാത്രമേ ഞാനും കരുതൂ. ജന്മം മുഴുവൻ വിലാപമായി അലഞ്ഞ അച്ഛന് എന്നെങ്കിലും മോക്ഷം നൽകാൻ എൻ്റെ മകൾക്ക് സാധിച്ചുവെങ്കിൽ ഞാൻ അവളോട് കടപ്പെട്ടിരിക്കുന്നു. അച്ഛനെ നിഷേധിക്കപ്പെട്ട അഭിമന്യുവിൽ ഒരു കളങ്കവും സുഭദ്രാമ്മ കാണരുത്. അർജുനപുത്രൻ പരിശുദ്ധനും പരിപൂർണനുമാണെന്ന് അവനോട് പറയണം. ഈ ജന്മം എന്നെങ്കിലും അവസാനിക്കണ്ടേ?